ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളുമായി 4 ടീമുകൾ ഇഞ്ചോടിഞ്ച് പോരാടുന്ന നിമിഷങ്ങളാണ് നമുക്ക് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ലൈവിൽ കാണുവാൻ സാധിച്ചത്. പവർ കമാൻഡോസും ഡൺ ബറ്റാലിയനും തമ്മിലുള്ള അതിശക്തമായ പോരാട്ടം. അപ്പോൾ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നെസ്റ്റ് വിങ്ങും ടണൽ ട്രൂപ്പും തമ്മിലുള്ള പോരാട്ടം. ഈ പൊരിഞ്ഞ പോരാട്ടത്തിനിടയിൽ ബസർ ശബ്ദം മുഴങ്ങിയപ്പോൾ 2 ബോംബുകൾ പവർ കമാൻഡോസിന്റെ ബാരക്കിനുള്ളിലേക്ക് ഡൻ ബറ്റാലിയൻസിന് എറിഞ്ഞു കയറ്റുവാൻ കഴിഞ്ഞു. സായി, ശരണ്യ, നന്ദന, ശ്രീരേഖ തുടങ്ങിയവരായിരുന്നു പവർ കമാൻഡോസ്. എന്നാൽ ഡൻ ബറ്റാലിയൻസ് ജാസ്മിൻ, അൻസിബ, ജിൻഡോ, ശ്രീതു ഈ 2 ടീമുകൾ തമ്മിൽ തുടക്കം മുതൽ തന്നെ വാഗ്വാദങ്ങൾ അതികഠിനമായിരുന്നു. അപ്പോൾ തന്നെ വിധികർത്താവായ രതീഷിന് കൃത്യമായി വിധി പറയാൻ പോലും പറ്റാത്ത രീതിയിൽ അതിശക്തമായ വാക്കുതർക്കങ്ങൾ അവസാന നിമിഷം വരെയും നടന്നുകൊണ്ടേയിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ജിൻഡോയാണ് ഉന്നയിച്ചത്. അവർ പവർ കമാൻഡോസിന്റെ ബാരക്കിനുള്ളിലേക്ക് 4 ബോംബുകൾ വീഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. എന്നാൽ 2 ബോംബ് മാത്രമേ അതിനകത്ത് കാണുവാൻ കഴിയുന്നുള്ളൂ. ഈ 2 ബോംബുകൾ കൃത്രിമത്തിൽ കൂടി അവരവിടുന്ന് മാറ്റിയതാണ് എന്ന് ജിൻഡോ, ജാസ്മിൻ, ശ്രീതു, അൻസിബ ഈ ടീമുകൾ അതിശക്തമായി വാദിക്കുന്നു. അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി ശരണിയും സായിയും ഒക്കെ കൂടി ശ്രമങ്ങൾ നടത്തുന്നു. എന്തായാലും ഒടുവിൽ 2 ബോംബുകൾ അവരുടെ ബാരക്കിനുള്ളിൽ നിന്നും കണ്ടെടുത്തു. തുടർന്ന് 3 ബാരക്കുകൾ പരിശോധിച്ചു. നെസ്റ്റ് വിങ്ങിന്റെയും ടണൽ ട്രൂപ്പിന്റെയും അതുപോലെ ഡെൻ ബറ്റാലിയൻസിന്റെയും ബാരക്കുകൾ പരിശോധിച്ചു. ഇതിൽ ഡെന്നിന്റെ ബാരക്കിനുള്ളിൽ നിന്നും 1 ബോംബാണ് ലഭിച്ചത്. സായിക്കും കൂട്ടർക്കും 1 ബോംബ് മാത്രമാണ് അവരുടെ കൂടാരത്തിനകത്തേക്ക് എറിയുവാൻ കഴിഞ്ഞത്. ബാക്കിയുള്ള നെസ്റ്റ് വിങ്, ടണൽ ട്രൂപ്സ് ഇവർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടത്തിയെങ്കിലും 2 പേർക്കും പരസ്പരം മറ്റുള്ളവരുടെ എതിരാളികളുടെ ബാരക്കിനുള്ളിലേക്ക് ബോംബുകൾ നിക്ഷേപിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ടാസ്കിന്റെ ആദ്യ പാദത്തിൽ 2 ബോംബുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പവർ ടീം പുറത്തായിരിക്കുകയാണ്.